കഴിഞ്ഞ ദിവസം മൂവാറ്റുപുഴയിൽ നിന്ന് പിടികൂടിയ എഡിസൺ അന്താരാഷ്ട്ര ലഹരിക്കടത്തിലെ മുഖ്യ കണ്ണിയെന്ന് NCB. ഡോക്ടർ സിയൂസ് എന്ന പേരിൽ അറിയപ്പെടുന്ന ലഹരിക്കടത്ത് സംഘത്തിന്റെ ഇന്ത്യയിലെ മുഖ്യ ഇടപാടുകാരനായ എഡിസനെ NCB അപകടകാരി എന്നാണ് വിശേഷിപ്പിക്കുന്നത്. എഡിസന്റെ അറസ്റ്റോടെ ഇന്ത്യയിലെ ഡാർക്ക് വെബ് വഴിയുള്ള ലഹരിക്കടത്തിന്റെ ശൃംഖല തകർക്കാനായെന്നാണ് നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ അവകാശപ്പെടുന്നത്. UK ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഡാർക്ക് വെബ് ഡ്രഗ് കാർട്ടലായ ഡോക്ടർ സിയൂസ് എന്ന DS-ന്റെ ഇന്ത്യയിലെ മുഖ്യ കണ്ണിയായിരുന്നു എഡിസൺ എന്നാണ് പുറത്തുവരുന്ന വിവരം. ഇന്ത്യയിലെ ലെവൽ 4-ലുള്ള ഏക ഡാർക്ക് നെറ്റ് ലഹരിയിടപാടുകാരൻ കൂടിയാണ് എഡിസൺ. രാജ്യത്തെ 9ഓളം സംസ്ഥാനങ്ങളിലെ ലഹരിക്കടത്ത് ഏതാനും മാസങ്ങളായി എഡിസൺ നിയന്ത്രിച്ചിരുന്നത് തന്റെ മൂവാറ്റുപുഴയിലെ വീട്ടിലിരുന്നായിരുന്നു. ബംഗളൂരു കേന്ദ്രീകരിച്ചായിരുന്നു അതിനു മുൻപ് എഡിസന്റെ പ്രവർത്തനം. കെറ്റാമലോൺ എന്ന ഡാർക്ക് വെബ് അക്കൗണ്ട് വഴിയായിരുന്നു എഡിസന്റെ പ്രവർത്തനം. 14 മാസത്തിനിടെ 600 തവണയിലധികം തവണ ലഹരി എത്തിച്ചതായും NCB കണ്ടെത്തി. ഡാർക്ക് വെബ് വഴി ലഹരി വാങ്ങിയിരുന്നവർക്ക് എഡിസൺ ഡിസ്കൗണ്ടും നൽകിയിട്ടുണ്ട്. ഇങ്ങനെ ലഭിക്കുന്ന പണം ഡിജിറ്റൽ രൂപത്തിലാണ് സൂക്ഷിച്ചിരുന്നത്. 70 ലക്ഷം രൂപയുടെ ക്രിപ്റ്റോ കറൻസി എഡിസന്റെ പക്കൽ നിന്ന് NCB കണ്ടെത്തിയിട്ടുണ്ട്. 1127 LSD ബ്ലോട്ടുകളും 131.66 ഗ്രാം കെറ്റമിനും ഇയാളിൽ നിന്ന് പിടിച്ചെടുത്തിട്ടുണ്ട്. ഓപ്പറേഷൻ മെലോൺ എന്ന പേരിലാണ് എഡിസനെ പിടികൂടാനുള്ള പദ്ധതി ആവിഷ്കരിച്ചത്. മാസങ്ങളായി എഡിസൺ NCBയുടെ നിരീക്ഷണത്തിലായിരുന്നു. മൂവാറ്റുപുഴയിലെ എഡിസന്റെ വീടിന് മുന്നിൽ നിർമ്മിക്കുന്ന 2 നില കെട്ടിടം വാടകയ്ക്ക് ലഭിക്കുമോ എന്ന് അന്വേഷിച്ച് NCB സംഘം എഡിസണുമായി ബന്ധം സ്ഥാപിക്കുകയും ചെയ്തിരുന്നു. എഡിസന് പുറമെ 5 സഹായികളെയും NCB അറസ്റ്റ് ചെയ്തു. ന്യൂസ് മലയാളം, കൊച്ചി.